ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം. ഭാരതം പറയാൻ പാടില്ലല്ലേ? ഓക്കെ. എന്നാ ഭാരതം ഇല്ല, ഒരു സർക്കാർ ഉൽപ്പന്നം. അപ്പൊ പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം കൺവിൻസിങ് ആയി തോന്നിയ ഒരു ചെറിയ പടം അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നോർമൽ ആയിട്ടുള്ള സാധാരണ സിനിമ. എനിക്ക് ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു ലാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവോ ആയിട്ട് തോന്നിയത്, ഈ സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ പോപ്പുലേഷനെ കുറിച്ചിട്ടാണ്. നമ്മളെ ഇന്ത്യ ചൈനയെ തോൽപ്പിച്ച ഒരു ഏക കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ പോപ്പുലേഷന്റെ കാര്യമായിരിക്കും. അത് ഈ സിനിമയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതെ, അപ്പോ പോപ്പുലേഷൻ അൺകൺട്രോളബിൾ ആയിട്ട് പോകുന്നു. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് NSV, നോ സ്കാൽപ്പൽ വെസക്ടോമി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രൊജക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പുരുഷ വന്ധീകരണം. അതായത് സ്ത്രീകളിൽ വന്ധീകരണം നടത്തുമ്പോൾ വരുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പൊ NSV റിലേറ്റഡ് ആയിട്ട് ബോധവൽക്കരണം, അതിൽ വരുന്ന മിസ്മാനേജ്മെന്റ്, അതായത് പ്രൊജക്ടിന്റെ പ്രശ്നമല്ല, പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യുന്ന സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ മിസ്മാനേജ്മെന്റ് കാരണം വളരെ കുറഞ്ഞ ശതമാനത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും അവർ നമ്മുടെ നാട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന സദാചാര പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ബേസ് ത്രെഡ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഈ സിനിമയ്ക്കകത്ത് എനിക്കൊരു മിസ്സിംഗ് ആയി തോന്നിയ കാര്യം, എവിടെ വെച്ചാണോ സിനിമ തുടങ്ങിയത്, ഈ സിനിമ തുടങ്ങുന്ന തന്നെ ഈ പോപ്പുലേഷൻ കാണിച്ചുകൊണ്ട് ഓവർ പോപ്പുലേഷനുള്ള നമ്മളെ രാജ്യത്തിന്റെ ഒരു സ്ഥിതിയൊക്കെ കാണിച്ച് ഇങ്ങനെ തുടങ്ങിയിട്ട് അതിൽ നിന്ന് മാറിയിട്ട് ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ട് സുബീഷ് സുധി എന്ന് പറഞ്ഞ അങ്ങേരുടെ എന്താ പറയാ, എനിക്കറിയില്ല, 28 വർഷത്തെ കാത്തിരിപ്പ് ഞങ്ങൾക്ക് മിന്നൽ മുരളിയാണ്. അപ്പൊ എന്താണെങ്കിലും ഇവർ രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് തുടങ്ങുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും, അവരുടെ ആ ഒരു വീട് ചുറ്റിപ്പറ്റി, അവരുടെ എന്താ പറയുക ഫാമിലി ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് കഥ അവസാനിക്കുമ്പോൾ, തിയേറ്ററിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഇത് ഇവരുടെ രണ്ടുപേരുടെയും കഥയായി മാറുകയാണ്, അതെ, മാറ്ററായി മാറുകയാണ്. അപ്പൊ അവിടെ എവിടെയോ ഈ സിനിമയുടെ യഥാർത്ഥ പോയിന്റ്, പോപ്പുലേഷൻ കൂടുന്നതും അത് കൺട്രോൾ ചെയ്യാനുള്ള ഈ ഒരു NSVയും അതിൽ നടക്കുന്ന മിസ്മാനേജ്മെന്റ് ഒക്കെ കൺവിൻസിങ് ആവാതെ പോയോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്ക് ഈ സിനിമയിൽ പറയാനുള്ളൂ. അല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞ പോലെ തുടങ്ങിയോടെ തന്നെ അവസാനിച്ച പോലെ തോന്നി. കാരണം പോപ്പുലേഷനെ കുറിച്ചിട്ടാണ് തുടക്കത്തിൽ പറയുന്നത്, ലാസ്റ്റ് അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതില് കുറെ തലങ്ങളുണ്ട് ഈ സിനിമയ്ക്ക്. അത് ചെറിയ പടമാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് കുറെ തലങ്ങളുണ്ട്. അതായത് നമ്മൾ ഇരുന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ കുറെ ചിന്തിക്കും. ഞാൻ ഇരുന്ന് കുറെ ചിന്തിച്ചു പോയി. കാരണം നമ്മുടെ സൊസൈറ്റിക്ക് അകത്ത് കുറെ തെറ്റിദ്ധാരണകളുണ്ട്. ഈ ദൈവം തരുന്നതാണ് മക്കള്, അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോ ചില അച്ഛനമ്മമാര് പറയുന്നുണ്ട്, അതാ സ്നേഹം ഞാൻ പറയണേ, ചില അച്ഛനമ്മമാര് പറയുന്നുണ്ട് അറിയാതെ സംഭവിച്ചു. ഇതിങ്ങനെ അറിയാതെ സംഭവിക്കാതെ ഞാൻ ആലോചിക്കുന്നത്, ഇത് അറിയാതെ സംഭവിക്കുമെന്നുള്ളതിന്റെ അല്ലെ, അറിയാതെ സംഭവിക്കുമെന്നുള്ളൊരു ചോദ്യമില്ല. ഇത് അപ്പൊ എന്നിട്ട് എന്താ പറയാ, അടുത്തത് ദൈവം തന്നല്ലേ, കുഴപ്പമില്ല, ദൈവത്തിന് ഇതാണല്ലോ പണി. ഹസ്ബൻഡ് ഗോവയില് പറയില്ലേ, ജയസൂര്യ ഷൈന പ്രതീക്ഷ എടുത്തു ഇവിടെ കിടന്ന് ഉരുളിട്ട് കല്ല് പോയി കട്ടു. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അപ്പൊ ഇത് അങ്ങനത്തെ ഈ വിശ്വാസങ്ങളെ കണക്ട് ചെയ്തിട്ട് അന്ധവിശ്വാസങ്ങളായി മാറുന്നത് എങ്ങനെയാണ് ഇതൊക്കെ എന്നുള്ളത്, അതെ, അത് ഇതിന്റെ സൈഡിൽ പോകുന്നുണ്ട്. അപ്പൊ അത് നല്ല ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യം പറയാലോ, ഈ വന്ധ്യീകരണം ആ സാധനം NSV അങ്ങനെ പറഞ്ഞാൽ മതി. അത് ഞാൻ ഈ സിനിമയിൽ കൂടെ ഞാൻ കേൾക്കണം. നിങ്ങൾക്ക് അറിയില്ല? ഇല്ല, ഞാൻ ഈ ഡോഗ്സിനൊക്കെ ചെയ്യണത് ഞാൻ കേട്ടുന്നതല്ല. ഞാൻ ഇത് കേട്ടപ്പോ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ സംഭവം സത്യത്തിൽ വിചാരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞത് ഇതാണ്. ഇപ്പൊ NSV പോലത്തെ ഒരു കാര്യത്തിനെ എന്താ പറയാ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ സിനിമയിൽ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് NSV എന്ന് പറഞ്ഞ വലിയൊരു പ്രൊജക്ട് മിസ്മാനേജ്മെന്റ് കാരണം ഫെയിലിയർ ആവുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് അവര് സിനിമയിൽ തന്നെ പറയുന്നുണ്ട് 3% മാത്രമേ ഇതിന് ഫെയിലിയർ ചാൻസ് ഉള്ളൂ. ആ ഫെയിലിയർ ആവുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കാരണമാണ് എന്നുള്ളതും, ഫെയിലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി അതെങ്ങനെ, അവിടെയാണ് ഒരു സ്ട്രോങ് മെസ്സേജ്. ഒരു സ്ത്രീ ഗർഭിണിയാകുന്നു, ഓക്കെ, NSV ഫെയിലിയർ കാരണം ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ അവിടെ സ്ത്രീയെ ചോദ്യം ചെയ്യുന്നത് ആ സ്ത്രീയുടെ ഗർഭം വരെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതും വേറെ ടൈമൊന്നും എടുക്കില്ല, നെക്സ്റ്റ് ടൈം അടുത്ത വേറൊരു പരപുരുഷനായിട്ടുള്ള ഒരു ബന്ധം പറയുന്നു, സ്ത്രീയുടെ ആ ഒരു ചാരിത്രത്തെ അവർ ഇതാക്കുന്നു. അങ്ങനെ തുടർന്ന് എന്താ പറയാ ഭയങ്കര
പരദൂഷണം എലമെന്റുകളുള്ള ആ കുടുംബത്തിന് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ആക്കി മാറ്റുകയാണ്. അപ്പൊ ഇത് ഭയങ്കര രസകരമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര സിറ്റുവേഷണൽ അതെ സിറ്റുവേഷണൽ കോമഡി ഭയങ്കര നമ്മളങ്ങോട്ട് അട്ടഹസിച്ച് ചിരിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വളരെ നീറ്റ് ക്രിസ്പ് ആൻഡ് ക്ലീൻ ആയിട്ട്. പിന്നെ ഇതില് വലിയൊരു ഹാറ്റ്സ് ഓഫ് പറയേണ്ടത്, ഇതിൽ അറിഞ്ഞ മുഖങ്ങളൊന്നും ഇതിന്റെ എന്തായിട്ടില്ല. ഭയങ്കര അറിഞ്ഞ മുഖങ്ങളോ കണ്ട മുഖങ്ങളോ ഒന്നും ഇതില് ജൂനിയർ ആർട്ടിസ്റ്റുമാരായിട്ടില്ല. ഇതിൽ വന്നുപോയ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ അവരെത്ര നാച്ചുറൽ ആയിട്ട് അഭിനയിച്ചു. ശരിക്കും ഇതിലുണ്ടല്ലോ മറ്റേ ആശാ വർക്കേഴ്സായിട്ടൊക്കെ അഭിനയിച്ചു. ശരിക്കും നമ്മളൊക്കെ നാട്ടിൽ കാണുന്ന ചേച്ചിമാരൊക്കെ പോലുള്ള ആളുകൾ തന്നെ. കാരണം പല സിനിമകളിലും ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റുമാർ എടുക്കുന്ന സമയത്ത് അവർ മെയിൻ ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് ഓവർ ആക്ട് ചെയ്യുകയും ക്യാമറയിലേക്ക് നോക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രക്രിയകൾ ചെയ്യാറുണ്ട്. പക്ഷെ ഈ അതെ അല്ല, എനിക്ക് ഈ സിനിമയില് ഭയങ്കര ക്ലീശ അഭിനയമായിട്ട് തോന്നിയത് നമ്മുടെ ഇങ്ങനെയാണ് ലാൽ ജോസിന്റെ ചില സമയത്തുള്ള ഉപദേശമൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ചൊറിച്ചിലാണ് വന്നത്. കാരണം മൂപ്പര് എവിടുന്നോ മറ്റേ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു വന്ന ഡയലോഗ് അതിനാടകീയതയാണ് ചില ഡയലോഗുകളിലുള്ളത്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും അല്ലെ, വിനീത് വാസുദേവൻ അടിപൊളിയായിരുന്നു, ഷെല്ലി കിഷോർ അടിപൊളിയായിരുന്നു, അജു വർഗീസ് ഉള്ളത് അതെ, ഗൗരി കിഷൻ അടിപൊളിയായിരുന്നു. എനിക്ക് ഗൗരി അയാള് എത്രയോ ചെയ്തിട്ടുള്ള സൈഡായിട്ടും ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്, നമുക്ക് പരിചയമുള്ള ആൾ തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പൊ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പിന്നെ ആ പയ്യന്മാര് ചെക്കന് നമുക്ക് വെറുപ്പിച്ചതേ ഇല്ല. അല്ല ആ ചെക്കൻ വ്ളോഗ് എന്താ ചെക്കന്റെ പേരെന്തായിരുന്നു? ശങ്കരൻ അതെ 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 ശങ്കരൻ അതെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അജു വർഗീസ് സത്യത്തിൽ ദേഷ്യം തോന്നിക്കുന്ന ഒരു ക്യാരക്ടർ അത് അതേപോലെ തന്നെ അല്ലേ, വെറുപ്പും ദേഷ്യം. അതെ പിന്നെ ഉള്ളത് ജാഫർ ഇടുക്കി ആസ് യൂഷ്വൽ അങ്ങേരൊക്കെ സ്ഥിരമാണ് അങ്ങേരൊക്കെ. അപ്പൊ എനിക്ക് പേഴ്സണലി ലാൽ ജോസിന്റെ ക്യാരക്ടർ മാത്രമേ കുറച്ചൊരു ക്ലീഷയായിട്ട് തോന്നി, കുറച്ചൊരു ഓവറായി പോയി തോന്നി. പിന്നെ അതിൽ വക്കീലും ഈ പറഞ്ഞ മാതിരി അങ്ങനെ കൺവിൻസിങ് ആയിട്ട് ദർശനായ നായർ അവർക്കും അങ്ങനെ ഒരു ഭയങ്കര ഒരു കൺവിൻസിങ് ആയ സാധനം. ആ സിനിമയെ തന്നെ അവര് തപ്പി പിടിച്ചിട്ട് ഇങ്ങനെ വക്കീൽ ഉദ്യോഗസ്ഥ ആവണ ഒരാളാണ്. അത് കഴിഞ്ഞാൽ സിനിമയിലും അങ്ങനെ തന്നെ ഉള്ള പോലെ ബാധിക്കുന്ന സമയത്ത് ഒരു പഞ്ച് കിട്ടിയില്ലല്ലേ, ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെയൊക്കെ തോന്നിയത്. കുറച്ച് അതെ എക്സാക്ട്ലി ഒരു കൺഫ്യൂസ്ഡ് ആയ പോലെ തോന്നി ക്യാരക്ടർ കണ്ടപ്പോ. അത് കാരണം ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റുമാരടക്കം കിടിലനായിട്ട് പെർഫോം ചെയ്തതുകൊണ്ട് ചിലപ്പോ നമുക്ക് അത് തോന്നിപ്പോയതായിരിക്കും. ഫസ്റ്റ് ഈ പടം തുടങ്ങുമ്പോ തന്നെ തോണിയിൽ 3 ചേച്ചിമാരുണ്ട്, ഓരോ ഡയലോഗ് ഒരു രക്ഷയില്ല. ഇപ്പൊ നമ്മളെ നേരാണെങ്കിൽ പോലും ക്യാമറ വെച്ച് നമ്മളൊന്ന് കൺഫ്യൂഷൻ വരും, ഇത് കൂളായിട്ട് അവർക്ക് ചെയ്യുന്നത്. അത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടാലിറ്റിയിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നല്ലൊരു മെസ്സേജ് കൊടുക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ സിനിമ ആ മെസ്സേജ് കൊടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് കണക്റ്റ് ആവും, ചിലർക്ക് പിടുത്തമില്ല. പക്ഷെ പണം കണ്ട് ഇറങ്ങുന്നവർക്ക് ഈ പറഞ്ഞ NSV റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം കാരണം ഒരു കുടുംബം കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആവുന്നത് അവിടെയാണ്. ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നു, അത് മറ്റേ നാട്ടിലുള്ള ബാക്കി ആളുകൾ ചോദ്യം ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് NSV എന്ന് പറയുന്ന സംഭവം എന്താന്നുള്ളതും അതിന്റെ വരായികളും അതുകൊണ്ട് വരുന്ന സംഭവങ്ങൾ എന്താന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാവും എന്നുള്ളത് അത് ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്കെന്താ പറയാ, എവിടെയോ ഒരു പോയിന്റിൽ ഈ NSVയും പോപ്പുലേഷൻ ഒന്നും കൂടി അവർക്ക് സ്ട്രെസ് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ അതന്നെ സിനിമ തുടങ്ങിയപ്പോഴും അവസാനിച്ചപ്പോഴും ആ ഒരു കാര്യം പറഞ്ഞല്ലോ, സിനിമ പറഞ്ഞു പോകുന്നുണ്ട് എന്ന് മാത്രം. അതെ. അപ്പൊ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ എനിക്ക് വർത്ത് ഫോർ വാച്ചിങ് ആണ്. ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞ സിനിമ, ഇത്ര ചെറിയ ഒരു സിനിമ ഇത്രത്തോളം നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിൽ ഇത്രത്തോളം അടിപൊളിയായിട്ട് ഇവർ അഭിനയിച്ച് നമുക്കത് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര എഫേർട്ടായിട്ട് എനിക്ക് തോന്നുന്നു. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നോർമൽ സ്റ്റോറി ലൈനോ എവിടെയും നിങ്ങൾ കേട്ടതോ കണ്ടതോ ആയിട്ടുള്ള കഥയല്ല. പ്യോർലി ഫ്രഷ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആൻഡ് തീമാണ്. അതായത് നോർമൽ അല്ല, ഇത് നോർമൽ കഥ എന്ന് പറയാൻ പറ്റില്ല. ചുറ്റുപാട് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നാട്ടിലുണ്ട്, നാട്ടിൽ നടക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ സിനിമ വലിയ കാര്യം പറയണ, വലിയ കാര്യം ചെറുതായി പറഞ്ഞ് ഇത് നിസാം റാവുത്തർ റൈറ്റർ അല്ലേ, രഞ്ജിത്ത് TV ആണ് ഡയറക്ടർ. പക്ഷെ റൈറ്റർ ഇതിലാരും റൈറ്റർ എങ്ങാണ്ട് മരണപ്പെട്ടു എന്നാണ് കേട്ടത്. നമ്മൾ ആദരാഞ്ജലികളൊന്നും കണ്ടില്ല അല്ലെ സിനിമയിൽ. അല്ലെ, അത് കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങിയതിന് ശേഷം എന്തോ ആണ്. എന്തായാലും ഡയറക്ടർ ആണെന്നുണ്ടെങ്കിലും നല്ല റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെന്നുണ്ടെങ്കിലും നല്ല എഫേർട്ട് അല്ലേ, അടിപൊളി എഫേർട്ടാണ്. എനിക്ക് ലാഗൊന്നും തോന്നിയില്ല, ലാഗില്ല. എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റ്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിൽ തന്നെ മറ്റേ ഇത് പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ കാരണം കൊണ്ട് കുട്ടിയെ കിട്ടുന്നു, ഈ വഴിപാട് ഇപ്പൊ ഉരുളി കമത്തി കുട്ടിയെ കിട്ടുന്നു, അങ്ങനെ പല സ്കീമും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. പക്ഷെ ഒന്നിനും ഒരു വലിച്ചു കയറി കളിയാക്കിയിട്ടില്ല കേട്ടോ. എന്താണെങ്കിലും
അല്ല ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതൊക്കെ ശരിക്കും കളിയാക്കേണ്ടിയിരുന്നു. കളിയാക്കേണ്ടതാണ്, കാരണം ഒക്കെ ലിമിറ്റ് ചെയ്തിട്ടാണ് സംഭവങ്ങൾ. പക്ഷെ ആ കളിയാക്കേണ്ടിയിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അച്ഛനും അമ്മയ്ക്കും കുട്ടി ഉണ്ടെങ്കിൽ അയ്യോ ദൈവം തന്നതല്ലേ, ദൈവം എങ്ങനെ ഇരുന്ന് വരും, ദൈവത്തിന് എന്താ സർക്കാസ്റ്റിക്കായിട്ടാണ് അത് കാണിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. സർക്കാസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയില്ല, അത് ഭയങ്കര കൺവിൻസിംഗ് ആയി കാണിച്ച പോലെ എനിക്ക് തോന്നി, പേഴ്സണലി ഫീൽ ആയി. ആർക്കും ഒരു പ്രശ്നം വരണ്ടെന്നുള്ള രീതി ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കാം മേ ബി. പക്ഷെ ഒരു സൈഡിൽ അതും പറയുന്നുണ്ട് കേട്ടോ, ഈ എന്താ പറയാ കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നു, അതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പരിപാടിയാണല്ലോ. ഇതൊന്നും കൂടെ വലിയ സംഭവമാക്കിയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതന്നെ ഇനഫ് ആണ്. അതാണ് എന്നാലും ഇതൊന്നും കൂടെ. പക്ഷെ ആ പോയിന്റ്, അതായത് എവിടെ നിന്ന് പടം തുടങ്ങി പോപ്പുലേഷൻ പറഞ്ഞു തുടങ്ങി എൻഡിലേക്ക് വരുമ്പോൾ വീണ്ടും ആ പോപ്പുലേഷന്റെ സ്ഥാനത്തിലേക്ക് തന്നെ വന്ന് നിന്നു. എന്നിട്ട് പിന്നെ ഇത് ഈ NSV എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊജക്റ്റിന്റെ പരാജയം വരാൻ കാരണം ആ പ്രൊജക്റ്റ് കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. ചില ഉദ്യോഗസ്ഥരുടെ കാരണം കൊണ്ട് ആ പ്രൊജക്റ്റ് ഫെയിലിയർ ആവുന്നു എന്നുള്ളതിലേക്ക് അത് കൊണ്ടു ചെന്ന് നിർത്തുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു എന്താ പറയാ കുട്ടി ഉണ്ടാവാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കണം എന്നുള്ള എലമെന്റ് ഒക്കെ ഒന്ന് വലിച്ചു കീറിയിരുന്നെങ്കിൽ ഒന്നും കൂടിയും. പക്ഷെ അവിടെ എവിടെയും അവരെ താഴ്ത്തിക്കിട്ടില്ല, ദൈവത്തിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആ സ്ഥലത്തിന്റെ പോണത്. പക്ഷെ അതൊക്കെ വെറും എന്താ പറയാ ഏറ്റവും സ്യൂഡോ സാധനങ്ങളാണ് സ്നേഹം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോസ്പിറ്റൽസിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഇതിൽ തോന്നാൻ കാരണം എന്താ പറയുക, അവിടെ ഇങ്ങനത്തെ മെഡിക്കൽ ഫീൽഡിന്റെ ചില പ്രശ്നം കൊണ്ടാണ് ഇങ്ങനത്തെ സംഭവിക്കുന്നത് കാണുമ്പോൾ അപ്പൊ തന്നെ അവിടെ കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞ ദൈവം കൊണ്ടാണെന്നുള്ളത്, അതൊക്കെ എനിക്കൊരു സർക്കാസ്റ്റിക് ആയിട്ട് തോന്നി. പക്ഷെ അത് കൺവിൻസിംഗ് ആയി വെച്ച പോലെ എനിക്ക് തോന്നി. അവിടെ ഒരു കളിയാക്കലിന്റെ ഒരു എലമെന്റ് വെച്ചതേ ഇല്ല. ഓക്കെ, ലൈക്ക് എന്താ പറയാ ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പൊ എനിക്ക് അങ്ങനെ ചിത്തുവായിക്കാണ്, സ്നേഹിക്ക് വേറെ ആയിരിക്കും. എന്താണെങ്കിൽ ഞാൻ അട്ടർലി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ധൈര്യമായിട്ട് പറയാം ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏത് സിനിമയ്ക്കൊപ്പവും ഓടാൻ കപ്പാസിറ്റിയും കേപ്പബിലിറ്റി ഉള്ള ഒരു പടമാണ് കേട്ടോ, സീരിയസ് ആയിട്ട്. കാരണം നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പടം ഒന്നും പറഞ്ഞ് തള്ളികയറ്റി വിടണില്ല, പക്ഷെ എന്നാലും കണ്ടിരിക്കാൻ പറ്റും. വെരി ഡീസന്റ് മൂവി, ബോറടിപ്പിക്കാതെ നമുക്ക് കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സിനിമ. അതെ, നല്ലൊരു പടം. പിന്നെ ആശാ വർക്കേഴ്സിന്റെ ചേച്ചിമാർ ഒരുപാട് പേരുണ്ട്. നമ്മള് തിയേറ്ററിൽ ഒരുപാട് പേരുണ്ടായിരുന്നു പടം കാണാൻ. സോ എനിക്ക് തോന്നുന്നു അവരുടെ ഇടയിലൊക്കെ ഡിസ്കഷൻ ആയിട്ടുണ്ടാവും. കാരണം അവരുടെ ഒരു എഫേർട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് അല്ലേ. ഗൗരി കിഷൻ ചെയ്ത റോള് അതും കാണിക്കുന്നുണ്ട്. അതെ, ഇങ്ങനത്തെ ഓരോ ഡ്യൂട്ടികളൊക്കെ അവർ നമ്മളെ ഏൽപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളെ വീട്ടിലാണെങ്കിലും ചിലപ്പോ ഇങ്ങനെ ആൾക്കാർ കയറി വരുമ്പോൾ നമ്മൾ ഇവർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷെ ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അതെ. അപ്പോ ടോട്ടാലിറ്റിയിൽ ഒരു നല്ല എഫേർട്ട്, നല്ലൊരു പടം, നല്ലൊരു പടം.